നമസ്കാരം. നിങ്ങളൊരു ഓൺട്രപ്രണർ അല്ലേ? നിങ്ങളൊരു ഓൺട്രപ്രണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ബിസിനസ് തകരാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ മിക്കവാറും ഈ പ്രശ്നം വളരെ കാതലായി അവിടെ കിടക്കുന്നുണ്ടാകാം, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല. എന്താണെങ്കിലും നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലോ, നിങ്ങൾ ബിസിനസ്സിൻ്റെ ഒരു തുടക്കക്കാരനാണെങ്കിലോ, ഈ 5 കാരണങ്ങൾ, ഈ 5 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ക്ലാരിറ്റി ഇൻ ബിസിനസ് മോഡലാണ്. നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം, എസ്പെഷ്യലി ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത്, നമ്മളൊരു പക്ഷേ ജോലി ചെയ്തിട്ടുണ്ടാവാം, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ടാവാം, അതിൽ നിന്ന് ഇതെനിക്ക് ചെയ്യാം എന്നുള്ള ആശയത്തിൽ അതേ ബിസിനസ്സിനെ കോപ്പി അടിച്ചുകൊണ്ട് ബിസിനസ്സുകൾ തുടങ്ങുന്നവരുണ്ട്. അല്ലെങ്കിൽ മറ്റു ചിലരുണ്ട്, നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അങ്ങനെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന കണ്ട് അവർക്ക് അത്യാവശ്യം പൈസ ഉണ്ടാകുന്നുണ്ട്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കടന്നു വരുന്നു. ഈ രണ്ടിടത്തും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ആദ്യത്തേതിൽ ആ ബിസിനസ് നടക്കുന്നതിന് അതിന് വ്യക്തമായൊരു സ്ട്രാറ്റജി ഉണ്ട്, അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അത് നടത്തുന്ന ഓൺട്രപ്രണർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഉണ്ടാകാം. ഇതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡും. നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ, അവരൊരു ബിസിനസ് മോഡൽ ഉള്ളത് കൊണ്ടാണ് ആ ബിസിനസ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത്. ഈ ഒരു ഭാഗം ചിന്തിക്കാതെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റും, ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള വിഡ്ഢിത്തരം കൊണ്ട് മാത്രം ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് തകരുക തന്നെ ചെയ്യും. ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, യുണീക്ക്നെസ് ഉള്ള, വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുന്ന, കസ്റ്റമറുടെ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന, ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ബിസിനസ് മോഡലിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഒരു ടൂളിനെ പറ്റി നമ്മൾക്ക് പിന്നീട് സംസാരിക്കാം. ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങളുടെ കോസ്റ്റ് സ്ട്രക്ചറും നിങ്ങളുടെ റവന്യൂ ചാനലുകളും എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് വാല്യൂ പ്രപ്പോസിഷനാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവുക. ആ വാല്യൂ പ്രപ്പോസിഷൻ തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആ മേഖലയിൽ നിന്ന് സ്വന്തമായിട്ട് ആ ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിന് ഇല്ലാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള വാല്യൂ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നൽകാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യത്യസ്തതയോ യുണീക്ക്നെസ്സോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ ബിസിനസ് മോഡൽ വ്യത്യസ്തമായിട്ടിരിക്കാനും ബിസിനസ് മോഡലിന് കൃത്യമായി ക്ലാരിറ്റി ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. രണ്ടാമത്തത് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ പലപ്പോഴും ഓൺട്രപ്രണേഴ്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം അവരെപ്പോഴും എന്താണ്, സെയിൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. കച്ചവടം ഉണ്ടാവട്ടെ, ഞാൻ തന്നെ മാർക്കറ്റിൽ പോകുന്നു, ഞാൻ തന്നെ റൂട്ടിൽ പോകുന്നു, ഞാൻ തന്നെ കച്ചവടം ക്ലോസ് ചെയ്യുന്നു. നല്ലതാണ്, തുടക്ക സമയത്ത് അത് ചെയ്യുന്നതിനോടുള്ള വിരോധമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാർക്കറ്റിംഗ് ഇല്ലാതെ സെയിൽസിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു ഫൂളിഷ്നെസ്സാണ്. കാരണം എന്താ, നമ്മൾക്ക് ചുറ്റും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെപ്പോലെ വലുതും ചെറുതും വ്യത്യസ്തത പുലർത്തുന്നതും ഡിഫറൻറ്റ് മെക്കാനിസംസിലൂടെ നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമുക്കുണ്ട്. അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമറിലേക്ക് നമ്മളെപ്പോലെ തന്നെ ഒരുപക്ഷെ നമ്മളെക്കാൾ മികച്ച രീതിയിലുള്ള പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ കൊണ്ട് ആ കസ്റ്റമറിനെ ഹിറ്റ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളും ഒരുപാട് ബിസിനസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഇവരിലേക്കാണ് ഇനി നമ്മളും ചെല്ലേണ്ടത്. അവിടെ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇല്ല. മാർക്കറ്റിംഗ് അതുകൊണ്ട് തന്നെ എന്താണ്, മാർക്കറ്റിംഗ് ഈസ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ, അല്ലേ? നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് കൃത്യമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ്, വാല്യൂ, ഇത് മൂന്നും ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഉള്ളിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള മേഖല നമ്മൾ തിരഞ്ഞെടുക്കണം. ആ മാധ്യമത്തിലൂടെ വേണം അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, ലിങ്ക്ഡിൻ ആയിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം.
അപ്പം ഒരു ടാർഗറ്റ് കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണെന്നോ സർവീസ് എന്താണെന്നോ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് വേണം? നമ്മൾ വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യണം. ആ മാർക്കറ്റിങ്ങിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാവുകയും വേണം. അല്ല ഞാൻ വിചാരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വിചാരിക്കുന്നത് സത്യത്തിൽ വീണ്ടും എന്താണ്? വിഡ്ഢിത്തരമാണ്. നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ചെവികളിലേക്കും കണ്ണുകളിലേക്കും എത്തിക്കുവാനും അവരെ ചിന്തിപ്പിക്കുവാനും അവരിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും അവരെ അത് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ അവരിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് അല്ല ആവശ്യം. അവിടെ ശരിക്കും അവരിലേക്ക് എത്തുന്നുണ്ടോ, നമ്മൾ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കലാണ്. നമ്മൾ മാർക്കറ്റിങ്ങിന് പിശുക്കി പൈസ ചിലവാക്കാതിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ യഥാർത്ഥ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റേഴ്സോ എന്തെങ്കിലും അത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിശുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്രാൻഡ് പൊസിഷനിങ് പോവുകയാണ്. നമ്മൾക്ക് സത്യത്തിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. മൂന്നാമത്തത് കൃത്യമായിട്ടുള്ള ക്ലോസിംഗ് സ്ട്രാറ്റജി ഇല്ല എന്നുള്ളതാണ്, അല്ലേ? അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്തു, നമ്മൾ ഇനീഷ്യലി സെയിൽസിൽ ഇറങ്ങുന്നതിനെ പറ്റിയാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ആ സെയിൽസിന് ഇറങ്ങുന്നതിൻ്റെ തെറ്റ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ക്ലോസിംഗ് സ്ട്രാറ്റജി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഒരാളെ മാർക്കറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? നമ്മൾ ഒരാളിലേക്ക് നമ്മൾ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പുഷ് ചെയ്യുമ്പോൾ അയാൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അവെയറാണ്, അയാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, അയാൾ ചിലപ്പോൾ അത് വാങ്ങാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. ഇനി അടുത്തത് എന്താണ്? യു നീഡ് എ ക്ലോസിംഗ് സ്ട്രാറ്റജി. ക്ലോസിംഗ് സ്ട്രാറ്റജി പല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അയാളെ പോയി വിസിറ്റ് ചെയ്യാം, അയാൾക്കൊരു പ്രൊഡക്റ്റ് ഡെമോ കാണിച്ചു കൊടുക്കാം, അയാൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസുകളെ പറ്റി അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ്, 1 2 3 ഇന്നതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, ഈ 1 2 3 മറ്റ് ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ക്ലോസിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി. കാരണം കസ്റ്റമർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. കസ്റ്റമർ എന്നെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തിനു പൈസ തരണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റിങ്ങിൽ അയാളുടെ പോക്കറ്റിലിരിക്കുന്ന കാശിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാശ് നമ്മളിലേക്ക് വരുന്നതാണ് സെയിൽസ് എന്നുള്ളത്. ആ സെയിൽസ് എന്താണ്? ക്ലോസിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂ. ശക്തമായിട്ടുള്ള ക്ലോസിംഗ് സ്ട്രാറ്റജികൾ സത്യത്തിൽ നമ്മൾ കാലേ കൂട്ടി ഡിവൈസ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം നമ്മളുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു പ്രത്യേക കസ്റ്റമർ ഗ്രൂപ്പ് ആയിരിക്കാം. ആ കസ്റ്റമർ ഗ്രൂപ്പിനെ സ്വാധീനിക്കാവുന്ന 1 2 3 4 ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ 4 ഫാക്ടേഴ്സ് കൃത്യമായിട്ട് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ? ആ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ക്ലോസിംഗ് സ്ട്രാറ്റജി ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ പോയിന്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഓൺട്രപ്രണേഴ്സ്, അതായത് സ്വന്തമായിട്ട് ഓൺട്രപ്രണർ ആണ് എന്ന് വിശ്വസിക്കുന്നവർ പോലും വീണു പോകുന്ന ഏറ്റവും വലിയ പടുകുഴി എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നിടത്താണ്. എന്താണ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റും ഓൺട്രപ്രണർസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതല്ലേ? ഓൺട്രപ്രണർ ഹാസ് എ വിഷൻ. അയാൾക്ക് വളരെ വലിയ ദീർഘവീക്ഷണം ഉണ്ടാവും. എന്തിനു വേണ്ടി എൻ്റെ ബിസിനസ് നിലനിൽക്കുന്നുണ്ടാവും. അയാൾ എപ്പോഴും ആ ബിസിനസ്സിൻ്റെ വളർച്ചയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കും. പക്ഷെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി അതിൻ്റെ ദീർഘവീക്ഷണത്തിന് അയാൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഈ ബിസിനസ് വളർത്തുന്നതിനെ പറ്റി അയാൾക്ക് സമയമില്ല, ഇതിനൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് സമയമില്ല, ഇതൊന്നുമില്ല. ഹീ വിൽ ഓൺലി ബി ബോതേഡ് അബൌട്ട് സെയിൽസ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ്, അതായത് ഏറ്റവും വലിയ മൈന്യൂട്ട് ടാസ്കുമായി ബന്ധപ്പെട്ട് പോലും അയാൾ ബിസി ആയിരിക്കും. അയാളുടെ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ചേച്ചി തൂത്തിട്ടില്ലെങ്കിൽ അയാൾ തന്നെ തൂക്കാൻ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് തൂത്തിട്ടില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം തന്നെ ചോദിക്കേണ്ടി വരും. ഒരു ലൈറ്റ് ഫ്യൂസ് ആയി കിടപ്പുണ്ടെങ്കിൽ ആ ലൈറ്റ് ഒന്നുകിൽ അയാൾ മാറേണ്ടി വരും, അല്ലെങ്കിൽ അയാൾ ആരോടെങ്കിലും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്തുകൊണ്ട് ഈ ലൈറ്റ് മാറിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കുടുക്കിലേക്ക് നമ്മൾ വീണുപോയി കഴിഞ്ഞാൽ, ആ കുഴിയിലേക്ക് നമ്മൾ വീണുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തിനു പറ്റില്ല? നമ്മളുടെ ബിസിനസ് വളർത്താനോ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല. എങ്ങനെയാണ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? യു നീഡ് ടു ഹാവ് സിസ്റ്റം. നമ്മൾ ഒരിക്കൽ വളരെ ദീർഘമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം എവിടെ തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ ഒരു സിസ്റ്റം ഡിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു പ്രോസസ്സ് ഉണ്ടാവണം, അതിനൊരു SOP ഉണ്ടാകണം, അത് ഓട്ടോമേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബിസിനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതൊരു ഓൺട്രപ്രണർഷിപ്പ് ആയിട്ട് മാറുന്നത്, അതിനൊരു ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ
ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആരായിരിക്കും? നിങ്ങൾ മാത്രമായിരിക്കും. സ്വാഭാവികമായിട്ടും ആ ബിസിനസ് വളരില്ല. ഉദാഹരണത്തിന് ഒരു ഉന്തുവണ്ടിയിൽ കുറേ ലോഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. ആ ഉന്തുവണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരാൾ വലിക്കുന്ന ചിത്രം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ടിയാണ് അയാൾ വലിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ചയും കൂടെ കാണാം. എന്താണ്? ഈ മുന്നിൽ നിൽക്കുന്ന ആൾ ഇത് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം ഇതിൻ്റെ പിന്നിൽ 4 or 5 ആൾക്കാർ ഇത് തള്ളി അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും, ഉന്തിക്കൊണ്ട് പോകാൻ സഹായിക്കാനുണ്ടാവും. അപ്പോൾ എന്തായി? അദ്ദേഹത്തിന് ആ ലോഡ് ഫീൽ ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷെ അപ്പോഴും എന്താണ്? മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഏത് വഴിയിലൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം പിന്നിൽ നിൽക്കുന്ന വഴി കാണുന്നില്ല. അദ്ദേഹം മുന്നിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഭാരം കുറഞ്ഞു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനും ഉണ്ടാകാം. കൂടുതൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നു. നല്ല വീതിയിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വണ്ടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇല്ലേ? ജോലി ഭാരം കുറയുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്ഥിതിയും നമ്മൾക്ക് ഉണ്ടായി മാറുന്നു എന്നുള്ളതാണ് സത്യം. അവിടെ ഈ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഈ പടുകുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനോ ഇത് മുന്നോട്ട് നയിക്കുവാനോ ഉള്ള സമയവും ഉണ്ടാവില്ല, അതിനുവേണ്ട ശേഷിയും ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. 5ാമത്തത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അത് അത്യാവശ്യം കച്ചവടത്തിലേക്കൊക്കെ വന്നു എന്ന് വിചാരിക്കുമ്പോൾ എല്ലാം തികഞ്ഞു എന്ന മട്ടിലാണ് പല ആൾക്കാരും ബിസിനസ്സിനെ കാണുന്നത്, അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്നുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. കാരണം എന്താ? നിങ്ങളെ പോലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അവർ ഈ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു കൺസൾട്ടൻ്റാണ്. കൺസൾട്ടിങ് എന്ന് പറയുന്ന മേഖലയിൽ നടക്കുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി തന്നെ പറയാം. അതായത് ഒരു റീറ്റെയിലിംഗ് സ്ഥാപനമായിരുന്നു. ആ റീറ്റെയിലിംഗ് സ്ഥാപനം അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, ഇപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആ ബ്രാൻഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായ ശേഷി ഉണ്ടായിരുന്നു അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫ്രാഞ്ചൈസി മോഡലിലോ അല്ലെങ്കിൽ ഒരു ഫോക്കോ മോഡലിലോ ഒരു ഫോഫോ മോഡലിലോ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്ന ഒരു റീറ്റെയിലിംഗ് ബ്രാൻഡിനെ അദ്ദേഹം 2 ഷോറൂമുകൾ മാത്രമായി നിലനിർത്തി കളഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഇതേ സെയിം മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ വളരെ വലിയ ബ്രാൻഡുകളായി കേരളത്തിൽ പിന്നീട് മാറുകയും ചെയ്തു. വലിയ ബ്രാൻഡുകൾ, കേരളത്തിലെ വലിയ ബ്രാൻഡുകൾ എന്ന് ഞാൻ പറയുമ്പോൾ 100 കോടിക്ക് മുകളിൽ. എന്നാൽ ഇദ്ദേഹമായിരുന്നു ആദ്യം ആ ബ്രാൻഡ് തുടങ്ങിയത്, അല്ലെങ്കിൽ ആ റീറ്റെയിലിംഗ് സംവിധാനം തുടങ്ങിയതിൽ കേരളത്തിൽ തന്നെ ആദ്യം തുടങ്ങിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇതിനെപ്പറ്റി ചിന്തിക്കാനോ പഠിക്കാനോ ഏതെങ്കിലും ഒരു പുതിയ ആശയത്തെ സ്വീകരിക്കാനോ തയ്യാറാവാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? 2 കടകളായി ഇന്നും അവശേഷിക്കുന്നു. കച്ചവടം ദിവസവും തോറും മോശമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ പഠിക്കാൻ തയ്യാറായി എന്നുള്ള ഒരൊറ്റ ഫാക്ടർ കൊണ്ട് കേരളത്തിൽ വലിയ ഫ്രാഞ്ചൈസികൾ ക്രിയേറ്റ് ചെയ്യും, 100-ൽ പരം ഷോറൂമുകൾ ഉണ്ടാക്കുകയും വലിയ രീതിയിൽ വളരുകയും ചെയ്തു. ഞാൻ ഈ ബ്രാൻഡിനെ പറ്റി പരാമർശിക്കാത്തത് എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പരാമർശിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എനിവേ, അതൊരു പാഠമായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം എന്താ? നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നിങ്ങൾ പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നിങ്ങളുടെ മായിക ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായിരിക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് വളരില്ല. അപ്പോൾ എന്താണ് ആവശ്യം? നിങ്ങൾ പുതിയതിനെ സ്വീകരിക്കാനും പുതിയതിനെ പറ്റി പഠിക്കുവാനും നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പാണ് നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും തകരുകയില്ല, പകരം മുന്നോട്ട് കുതിച്ചു പായുകയേ ഉള്ളൂ. വലിയ വലിയ ബ്രാൻഡുകൾക്കായി നമ്മൾക്ക് കാത്തിരിക്കാം. ഗുഡ് ബൈ.